തിരുഹൃദയ വണക്കമാസത്തിലെ 18-ാം നാൾ നമുക്ക് ദാനമായി നൽകിയ കർത്താവായ ഈശോ മിശിഹായ്ക്ക് നന്ദിയും സ്തുതിയും പുകഴ്ചയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുവാനും ധീരതയോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാനും ആഗ്രഹിക്കുന്ന ഒരാത്മാവിന് അനേകരുടെ അപമാന വാക്കുകളും പരിഹാസങ്ങളും സഹിക്കേണ്ടി വരും. ഈശോയെ അനുകരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിലും ദൈവത്തിനായിട്ടും ജീവിക്കുന്നവരും ഇന്നുവരെയും ജീവിച്ചിരുന്നവരും ഇനിയും ജീവിക്കാനിരിക്കുന്നവരും പ്രലോഭനങ്ങളാലും ദുരിതങ്ങളാലും പരിശോധിക്കപ്പെട്ട ശേഷം മാത്രമേ നിത്യസൗഭാഗ്യ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. സ്വാർത്ഥതയ്ക്കെതിരായി സമരം ചെയ്യുന്നവർ മാത്രമേ സ്വർഗം കരസ്ഥമാക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നു. വേദനകളും ഞെരുക്കങ്ങളും സഹിക്കുന്നതിനാവശ്യമായ ഗുണം ക്ഷമയാണെന്നുള്ളതിന് സംശയമില്ല. സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, ഞാനിതാ അങ്ങേ സന്നിധിയിൽ സാഷ്ടാംഗമായി വീണ് എൻ്റെ പൂർണ്ണഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ദിവ്യഹൃദയത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. സമാധാന പ്രവാചകനായ ഈശോയെ, പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാഗ്നിയാൽ ജ്വലിക്കുന്നതുമായ എൻ്റെ ഹൃദയത്തെ കടാക്ഷിക്കണമേ. കോപിച്ചിരുന്ന കടലിനെ അങ്ങേ തിരുവചനത്താൽ ശാന്തമാക്കിയല്ലോ. ലോകരക്ഷിതാവായ എൻ്റെ നല്ല ഈശോയെ, എൻ്റെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനും വേണ്ട അനുഗ്രഹം തന്നരുളണമേ. പ്രാർത്ഥന. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏകയിടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. വണക്കമാസത്തിൻ്റെ 18-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് നമുക്ക് സകല രോഗികളെയും അതുപോലെ തന്നെ അവരെ പരിപാലിക്കുന്നവരെയും പരിചരിക്കുന്നവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു: രോഗികളെ പരിചരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ പ്രത്യാശയുടെ സാക്ഷികളാണെന്നാണ്. അനുകമ്പ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ സഹിക്കുന്നതും ജീവിതത്തിലെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുന്നവരുടെ ഭാരങ്ങൾ പങ്കിടാനുമുള്ള സന്നദ്ധതയുമാണെന്ന് പാപ്പ പറഞ്ഞു. മരണാശ്രരായവർക്ക് പ്രതീക്ഷ നൽകുവാനും കൂടുതൽ നീതിയുക്തവും സാഹോദര്യപരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പാപ്പ ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിലെ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ പരിപാലിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. തിരുഹൃദയം തിരുഹൃദയം യേശുവിൻ ഹൃദയം തിരുഹൃദയം 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 യേശു